സ്പിരിച്വൽ ടോക്സിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കൊല്ലവർഷം 1200 ആരംഭിച്ചതോടെ പല നക്ഷത്രക്കാർക്കും ഭാഗ്യം ഉദിച്ചിരിക്കുകയാണ്. ഈ ശ്രീകൃഷ്ണ ജയന്തി മുതൽ ചില നക്ഷത്രക്കാർക്ക് ഏറെ ഗുണകരമായ സമയം വരാൻ പോവുകയാണ്. ചിങ്ങമാസം ആരംഭിച്ചതോടെ പുതിയ മലയാള നൂറ്റാണ്ടിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ജ്യോതിഷപ്രകാരവും ഏറെ പ്രാധാന്യമുള്ള നാളുകളാണ് ഇവ. ആഗസ്റ്റ് 26 തിങ്കളാഴ്ച ജന്മാഷ്ടമി അഥവാ അഷ്ടമിരോഹിണി. ഈ അഷ്ടമിരോഹിണി ദിവസം മുതൽ ചില നക്ഷത്രക്കാർക്ക് ഏറെ ഗുണകരമാണ്. ഇവർ ഭഗവാനെ തൊഴുത് പ്രാർത്ഥിക്കുന്ന സകല ഐശ്വര്യത്തിനും കാരണമാകുമെന്ന് പറയാം. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഈ ശ്രീകൃഷ്ണ ജയന്തി മുതൽ ഏറ്റവും ഗുണകരമാകുന്നത് എന്ന് നമുക്ക് ഇന്നത്തെ അധ്യായത്തിൽ വിശദമായിട്ട് നോക്കാം. ആദ്യത്തെ നക്ഷത്രം മൂലമാണ്. ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം ഏറെയുള്ള സമയമാണ് ഇത്. ഇവർക്ക് എത്ര കഷ്ടപ്പെട്ടാണെങ്കിലും ഭഗവാൻ കൂടെ ഉണ്ടാകും. അഷ്ടമി രോഹിണി ദിവസം ഇവർ കൃഷ്ണക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. തുളസിമാല സമർപ്പിക്കണം. പറ്റിയാൽ ഈ ദിനം വ്രതം നോൽക്കുന്നതും ഏറെ നല്ലതാണ്. ഇവർക്ക് ഏറെ ഉയർച്ച വരുന്ന സമയമാണ് വരുന്നത്. ഈ അഷ്ടമി കഴിയുന്നതോടെ ഇവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുന്നതാണ്. അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ തന്നെ അവരുടെ ജീവിതത്തിൽ എന്തെല്ലാം സൗഭാഗ്യങ്ങളാണ് അവർക്ക് ലഭിക്കാൻ പോകുന്നതെന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ്. ഭഗവാന്റെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എല്ലാം നമ്മളെ തേടിയെത്തുന്ന അനുഭൂതിയാണ് ഉണ്ടാവുന്നത്. അപ്പോൾ മൂല നക്ഷത്രക്കാർക്ക് ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം പ്രത്യേകമായിട്ട് ഉള്ള ഒരു സമയമാണ് ഇപ്പോൾ. ഭഗവാനെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുകയും ഭഗവാന് വേണ്ട വഴിപാടുകളൊക്കെ കഴിക്കുകയും ചെയ്താൽ അവർക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ലഭിക്കുന്നതാണ്. അടുത്തത് ആയില്യം നക്ഷത്രമാണ്. ഇവരുടെ ജീവിതത്തിലേക്ക് ശ്രീകൃഷ്ണ ചൈതന്യം ഇറങ്ങി വരുന്ന കാലമാണ് ഇത്. പ്രത്യേകിച്ചും ഈ ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ഇവരുടെ ദുഃഖ ദുരിതങ്ങൾ അറുതി ഉണ്ടാകും. ഇവരെ ഭഗവാൻ എല്ലാ സൗഭാഗ്യങ്ങളും നൽകി അനുഗ്രഹിക്കുന്ന ശ്രീകൃഷ്ണ ജയന്തിയാണ് വരുന്നത്. ഇതിൽ ഇവർക്ക് തൊഴിൽ വിദ്യാഭ്യാസപരമായ പ്രശ്നങ്ങളൊക്കെ മാറാൻ ശ്രീകൃഷ്ണ ഭഗവാനെ പ്രസാദിപ്പിക്കുന്നത് നല്ലതാണ്. ഇവരുടെ ജീവിതത്തിൽ സന്തോഷവും സമൃദ്ധിയും ഒക്കെ ഉണ്ടാകും. അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാനോട് നമ്മൾ എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും നമ്മൾ അത് സാധിച്ചു തരുന്ന ഒരു സമയമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഭഗവാനോട് നല്ല രീതിയിൽ പ്രാർത്ഥിക്കുകയും വേണ്ട വഴിപാടുകളൊക്കെ കഴിപ്പിക്കുകയും ഒക്കെ, അതുപോലെ തന്നെ ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് വ്രതങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. അടുത്തത് പൂരാടം നക്ഷത്രമാണ്. പൂരാടം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹമുള്ള സമയമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവര് ശ്രീകൃഷ്ണ ഭഗവാനോട് എന്ത് കാര്യങ്ങൾ അവർ ആവശ്യപ്പെട്ടാലും അവർക്കത് മുൻകൈ എടുത്ത് ഭഗവാൻ നമ്മുടെ കാര്യങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുന്നതാണ്. കാരണം ഭഗവാന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട നക്ഷത്രമാണ് പൂരാട നക്ഷത്രം എന്ന് പറയുന്നത്. ഭഗവാനോട് ഏറ്റവും അടുപ്പമുള്ളവരാണ് പൂരാട നക്ഷത്രത്തിൽ ജനിച്ചവരെന്ന് പറയുന്നത്. അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രത്യേക അനുഗ്രഹം ഇവരുടെ ജീവിതത്തിൽ എല്ലാം തന്നെ കാണാൻ സാധിക്കും. ഇവരുടെ ജോലിയിലാണേലും അവരുടെ പഠിത്തത്തിലാണേലും അവരുടെ ജീവിതത്തിലാണേലും എല്ലാ സൗഭാഗ്യങ്ങളും ഇവർക്ക് എപ്പോഴും ഭഗവാൻ തൊട്ടു പിന്നാലെ ഓരോന്നോരോന്നായിട്ട് നൽകുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇവർക്ക് ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം പ്രത്യേകമായിട്ടുള്ളതിനാൽ തന്നെ ഇവർ ഭഗവാന്റെ അടുത്ത് ചെല്ലുമ്പോൾ തന്നെ ഇവരുടെ കാര്യങ്ങളെല്ലാം തന്നെ ഭഗവാൻ മനസ്സിലാക്കി അതിനുവേണ്ട അറുതി വരുത്തുകയൊക്കെ ചെയ്യുന്ന ഒരു നക്ഷത്രമാണ് പൂരാട നക്ഷത്രക്കാർ. ഇവരുടെ ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങളൊക്കെ മാറുന്ന സമയമാണ്. ഈ ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ഭഗവാനെ മനസ്സറിഞ്ഞ് വിളിച്ചാൽ കാര്യസിദ്ധിയും ദുഃഖ ദുരിതനാശവും ഒക്കെ നിശ്ചയമായും ഉണ്ടാകും. അടുത്ത തൃക്കേട്ട നക്ഷത്രമാണ്. നഷ്ടപ്പെട്ടു എന്ന് കരുതിയ പല കാര്യങ്ങളും ഇവർക്ക് ഭഗവാന്റെ അനുഗ്രഹത്താൽ തിരികെ ലഭിക്കും. ഇവർ ശ്രീകൃഷ്ണ ജയന്തി ദിവസം ഭഗവാനെ തൊഴുതു പ്രാർത്ഥിക്കുന്നതും വഴിപാടുകൾ നടത്തുന്നതും ഏറെ നല്ലതാണ്. ഇവരുടെ ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങൾ മാറുന്ന സമയമാണ്. ഈ ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ഇവർക്ക് ഭഗവാനെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ വിളിച്ചാൽ ഗതിസിദ്ധിയും ദുഃഖ നാശവും ഒക്കെ നിശ്ചയമായും ഉണ്ടാവും. അടുത്തത് ഉത്രാട നക്ഷത്രമാണ്. ഇവരുടെ ജീവിതത്തിലെ ഉണ്ടായിട്ടുള്ള സങ്കടങ്ങളും വിഷമങ്ങളും എല്ലാം മാറാൻ ഈ ശ്രീകൃഷ്ണ ജയന്തി വേള സഹായിക്കും. ഈ കൃഷ്ണാഷ്ടമി വേളയിൽ നിങ്ങൾ ഭഗവാനെ വളരെ ഭക്തി പുരസ്കരം വിളിക്കുകയും അതുപോലെ തന്നെ വിഷ്ണു സഹസ്രനാമം നിത്യവും ജപിക്കുകയൊക്കെ ചെയ്താൽ ഭഗവാൻ അനുഗ്രഹം ഏറെ ഉണ്ടാകും ജീവിതത്തിൽ. അതുപോലെ തന്നെ ഭഗവാനെ പ്രസാദിപ്പിക്കുക, അതുപോലെ തന്നെ കൃഷ്ണാഷ്ടമി ദിവസം ക്ഷേത്രത്തിൽ പോകുന്നതും ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും വഴിപാടുകൾ നടത്തുന്നതും എല്ലാം ഏറെ നല്ലതാണ്. ദുഃഖ ദുരിതങ്ങൾ മാറാൻ വേണ്ടിയിട്ട് പ്രാർത്ഥന പെട്ടെന്ന് ഭഗവാൻ കേൾക്കുമെന്ന് പറയാം. അതും ജന്മാഷ്ടമി ദിവസങ്ങളിൽ ഉത്രാട നാളുകാരോട് ശ്രീകൃഷ്ണ ഭഗവാന് അല്ലെങ്കിൽ ഗുരുവായൂരപ്പന് പ്രത്യേക ഒരു അനുഗ്രഹവും സ്നേഹവും ഉള്ള ഒരു നക്ഷത്രമാണ്. അവരുടെ ജീവിതത്തിൽ ഉയർച്ച ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് ഉണ്ടാവുന്നത്. അപ്പോൾ അവർ ഭഗവാനെ പ്രത്യേകം പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെയധികം നല്ലതാണ്.
അടുത്ത ചതയം നക്ഷത്രമാണ്. ഇവർക്ക് ഇതുവരെയുള്ള വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം മാറാനുള്ള വേളയാണ് ജന്മാഷ്ടമി എന്ന് പറയുന്നത്. ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ഇവരുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഇവരുടെ ജീവിതത്തിൽ ശ്രീകൃഷ്ണ ചൈതന്യം വന്നു ചേരുന്നു എന്ന് തന്നെ പറയാം. ഉയർച്ച വന്നു ചേരുന്നു. ഈ ശ്രീകൃഷ്ണ ജയന്തി ദിനം ക്ഷേത്രത്തിൽ ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നത് നല്ലതാണ്. വഴിപാടുകളൊക്കെ കൃത്യമായിട്ട് ചെയ്താൽ, ഭഗവാനെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്താൽ നല്ല ദുഃഖ ദുരിതങ്ങളൊക്കെ മാറി ഒരു നല്ല കാലം വരുന്നതാണ്. പൂരുട്ടാതി നക്ഷത്രമാണ്. ധാരാളം മാനസിക വിഷമങ്ങളുള്ള സമയമാണിത്. കിടന്നാൽ പോലും ഉറക്കം കിട്ടാത്ത സമയം എന്ന് പറയാം. ഒരുപാട് ചിന്തകളും ആശങ്കകളും എല്ലാം ഉള്ള സമയമാണ്. ഇതിന് പരിഹാരമാകാൻ ഈ അഷ്ടമാഷ്ടമി ദിവസം ജന്മാഷ്ടമി ശ്രീകൃഷ്ണ ഭഗവാനെ കൃത്യമായിട്ട് പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ വ്യക്തമായിട്ടുള്ള വഴിപാടുകളൊക്കെ കഴിക്കുകയൊക്കെ ചെയ്താൽ ഭഗവാന്റെ അനുഗ്രഹം വേണ്ടുവോളം ഉണ്ടാകും. ഭഗവാൻ കൃഷ്ണനെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഐശ്വര്യദായകമായ സമയമാണ്. ഈ ദിനങ്ങളാണ് ഇതിനാൽ ഇവർക്ക് വന്നു ചേരുക. ഇവരുടെ ജീവിതത്തിൽ നല്ലതായ ഏറെ മാറ്റങ്ങളൊക്കെ ഉണ്ടാകാൻ പോകുന്ന സമയമാണ്. അതുകൊണ്ട് ഭഗവാനെ വേണ്ട വിധത്തിൽ പ്രാർത്ഥിക്കുകയും ഭഗവാന് വേണ്ട വഴിപാടുകളൊക്കെ കഴിക്കുകയും ഒക്കെ ചെയ്ത് ഭഗവാന് വേണ്ടിയിട്ട് അന്നത്തെ ദിവസം വ്രതം എടുക്കാനൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ശ്രീകൃഷ്ണ ജയന്തി മുതൽ സൗഭാഗ്യങ്ങളും സർവ്വ സൗഭാഗ്യങ്ങളും ലഭിക്കുന്ന നക്ഷത്രങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ ഉൾപ്പെടുത്തുന്നത്. ഇന്നത്തെ അധ്യായം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.